മുന്നേ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിക്കാലോ. എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തകോശമായിട്ടുള്ള RBCയിൽ ഏത് ആന്റിജൻ ആണോ ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് പറയുന്നത്. അപ്പൊ ആന്റിജൻ RBCയിലുള്ള ആന്റിജൻ A ആണെങ്കിൽ അവിടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A ആണ്. B ആണ് ആന്റിജൻ എങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ് ആണ്. Aയും Bയും ആന്റിജൻ ഉണ്ട് എങ്കിൽ അവിടെ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. ഇനി ആന്റിജൻ ഒന്നുമില്ല 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇനി ആന്റിജൻ ഏതാണോ അതിനനുസരിച്ച് രക്തഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആന്റിബോഡി നോക്കുക. A ആണെങ്കിൽ അവിടെ B ആണ് ആന്റിബോഡി വരിക. B ആണ് ആന്റിജൻ വരുന്നതെങ്കിൽ അവിടെ സ്മോൾ ലെറ്റർ A ആണ് ആന്റിബോഡി വരിക. ആന്റിജൻ എന്ന് പറയുന്ന Aയും Bയും ഉണ്ടെങ്കിൽ ആന്റിബോഡി ഒന്നുമില്ല, നിൽ. ആൻഡ് ആന്റിജൻ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആന്റിബോഡി എന്ന് പറഞ്ഞാൽ Aയും Bയും ഉണ്ട്. അപ്പൊ കൊടുക്കുന്നതും വാങ്ങുന്നതും നമ്മൾ ശ്രദ്ധിച്ച് വേണം. ആർക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏതാൾക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അതൊരു പ്രോപ്പറായിട്ടൊരു റൂൾ ഉണ്ട്. അത് മിസ് പറഞ്ഞു തരാം. അതായത് നിങ്ങൾ നോക്കിയാൽ തന്നെ സാധിക്കുന്നത് ഡോണർ അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുടെ ആന്റിജൻ ഏതാണെന്നും സ്വീകരിക്കുന്ന ആളുടെ ആന്റിബോഡിയും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? റിയാക്ട് ചെയ്യാൻ പാടില്ല. മിസ്സിന് ഇപ്പൊ A ബ്ലഡ് ഗ്രൂപ്പ് ആണ്, വാങ്ങുന്ന ആളുടെ B ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മിസ്സിന്റെ ആന്റിജൻ A ആണ്, ആന്റിബോഡി B ആണ്. വാങ്ങുന്ന ആളുടെ ആന്റിജൻ എന്ന് പറയുന്നത് ഏതാണ്? ആന്റിബോഡി എന്ന് പറയുന്നത് B ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, മിസ് A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ മിസ്സിന്റെ ആന്റിജൻ എന്ന് പറയുന്നത് A ആണ്. ഇനി വാങ്ങുന്ന ആളുടെ B ബ്ലഡ് ഗ്രൂപ്പുകാരനാണെങ്കിലോ അയാളുടെ ആന്റിബോഡി എന്ന് പറയുന്നത് A ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ആന്റിജൻ Aയും ആന്റിബോഡി Aയും കൂടെ തമ്മിൽ റിയാക്ട് ചെയ്ത് അഗ്ലൂട്ടിനേഷൻ, രക്തക്കട്ട് രൂപപ്പെടാം. അതുകൊണ്ട് നമ്മൾ ഡോണറെ റെസിപ്പിയന്റിനെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ A ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെത് A ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? A ബ്ലഡ് ഗ്രൂപ്പുകാരന് A ആൾക്ക് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അയാൾക്ക് Bക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം ഇയാൾക്ക് എന്ത് ചെയ്യാം? ABക്ക് കൊടുക്കാൻ സാധിക്കും. ആൻഡ് ഇയാൾക്ക് Oയിൽ നിന്ന് സ്വീകരിക്കാം. കാരണം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇവിടെ Oയ്ക്ക് ആന്റിജൻ ഒന്നുമില്ല. അതുകൊണ്ട് Oയിൽ നിന്നും Aക്ക് ബ്ലഡ് സ്വീകരിക്കാം, Bക്ക് സ്വീകരിക്കാം, ABക്കും സ്വീകരിക്കാം. എന്നാൽ AB എന്ന് പറയുന്ന ആൾക്കോ നോക്കിക്കേ, A ആന്റിജനും B ആന്റിജനും ഉണ്ട്, ബട്ട് ആന്റിബോഡി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്ത് ചെയ്യാം? ആരുടെ അടുത്തൊന്നും ബ്ലഡ് ഏത് ആന്റിജൻ വന്നാലും റിയാക്ട് ചെയ്യാൻ ആന്റിബോഡി ഒന്നുമില്ല. സോ നമുക്ക് പറയാം യൂണിവേഴ്സൽ ഡോണർ. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഏതാണ്? AB പോസിറ്റീവ് ആണ്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത്, സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB പോസിറ്റീവുമാണ്. ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പം ആന്റിജൻ ആന്റിബോഡിയാണ് ഓർക്കണം. നിങ്ങൾ എന്ത് തരത്തിൽ കൊടുക്കുന്ന ട്രാൻസ്ഫ്യൂഷൻ ചോദിച്ചാലും ഡോണറുടെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡിയും സെയിം വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ഈസി ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യും.